തിരുവനന്തപുരം തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത യുവതി ഭർതൃഗൃഹത്തിൽ പീഡനത്തിനിരയായതിന് തെളിവുകൾ. ഷഹന പതിവായി ശാരീരിക പീഡനത്തിനിരയായെന്ന ബന്ധുക്കളുടെ ആരോപണം ശരിവയ്ക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് പോലീസിന് ലഭിച്ചത്. കേസിൽ പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. ബിബിആറിന്റെ റിപ്പോർട്ടിലേക്ക്. തിരുവല്ലം വണ്ടിത്തടത്ത് ഇന്നലെയാണ് 22 വയസ്സുകാരി ആത്മഹത്യ ചെയ്ത് ഭർത്താവുമായി 2 മാസത്തിലേറെ പിണങ്ങി സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു ഷഹാന എന്ന യുവതി. ഇന്നലെ ഭർത്താവ് നൌഫൽ വീട്ടിലെത്തി കുഞ്ഞിനെ ബലപ്രയോഗത്തിലൂടെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. ഷഹനയുടെ ഭർത്താവിന്റെ മാതാവ് ക്രൂരമായി ഇവരെ പലപ്പോഴും മർദ്ദിച്ചതായി ബന്ധുക്കൾ പരാതി പറയുന്നുണ്ട്. ഇതിന് തിരുവല്ലം പോലീസ് നൽകിയ പരാതിയിലും അതുതന്നെയാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ചെറിയ ഒരു സംസാരത്തിലെന്തോ വിഷയത്തിൽ ഈ കൊച്ചിനെ കടിച്ച് കാലിന്റെ തൊടയിലും ദേഹത്ത് ചുണ്ടെല്ലാം കടിച്ച് മുറിച്ചു കളഞ്ഞു ഈ അമ്മ. എന്നിട്ട് തറയിലിട്ട് ഉരുട്ടി മുറി കൊണ്ടേക്ക് പിടിച്ച്. എന്നിട്ടാണ് അച്ഛനും അമ്മയെ വിളിച്ചു വെച്ചിട്ട് നിങ്ങളെ മോളെ ഒന്ന് കൊണ്ടുപോകാനെന്ന്. എന്നിട്ട് ഈ പയ്യൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ലാതെ മറുപടി ഒന്നും പറയാ. ഈ പയ്യൻ ഒന്ന് ആരെന്ത് ഇവിടെ ഉപദ്രവിച്ചാലും ഈ പയ്യൻ മറുപടി അറിയില്ല, അവൻ മിണ്ടാതെ നിൽക്കും. ഷഹനയുടെ കുടുംബാംഗങ്ങളുടെ പരാതിയിൽ തിരുവല്ലം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരന്തര പീഡനം നടന്നുവെന്ന പരാതി പോലീസ് ഗൌരവമായി തന്നെയാണ് കാണുന്നത്. മാത്രമല്ല, കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയതാണ്, നിർബന്ധിച്ച് 2 വയസ്സുള്ള കുഞ്ഞിനെ നൌഫൽ എടുത്തുകൊണ്ടുപോയതാണ് പെട്ടെന്നുള്ള ഈ ആത്മഹത്യക്ക് കാരണമായി എഫ്ഐആറിൽ പറയുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ ഈ കുടുംബത്തിനെതിരെ ഷഹനയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു തവണ ആശുപത്രിയിൽ നൌഫലിന്റെ പിതാവ് ചികിത്സ കിടക്കുമ്പോൾ അവിടെ വെച്ച് പോലും ഈ നൌഫലിന്റെ, അതായത് ഷഹാനയുടെ ഭർത്താവിന്റെ അമ്മ ക്രൂരമായി മർദ്ദിച്ചു. ആ മർദ്ദനമേറ്റതിന്റെ പാടുകൾ സഹിതം കുടുംബാംഗങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീധന പീഡനം എന്ന പരാതി അവർക്കില്ല. പക്ഷേ സാമ്പത്തികമായി കുറച്ചുകൂടി സാമ്പത്തികം കുറവാണ് ഷഹനയുടെ കുടുംബത്തിന്. നൌഫൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലുള്ള ആളാണ്. ഷഹനയ്ക്ക് അത്രയും സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് അത് പറഞ്ഞ് നിരന്തരം വിവാഹം മോചനം ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചു എന്നതായും പരാതിയുണ്ട്. ഇതിന് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പരാതി ശരിയെങ്കിൽ നൌഫലിന്റെ കുടുംബാംഗങ്ങളെയും നൌഫലിന്റെയും കേസിൽ പ്രതി ചേർക്കും.